നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. 230 യാത്രക്കാരുമായി ലണ്ടനിലേക്ക് പോയിരുന്ന എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണു. 128 പേർ മരിച്ചതായി പ്രാഥമിക വിവരം. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാളിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 13 വെള്ളിയാഴ്ചയാണ് ഊട്ടുതിരുനാൾ. മണലിത്തറ ജനകീയ വിദ്യാലയത്തിൽ കുട്ടികൾക്കായി വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും നിർമ്മിച്ച റോബോ ഡെമോയും ഇലക്ട്രിക്കൽ സേഫ്റ്റി വെബ്സൈറ്റും മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. എയർ ഇന്ത്യ വിമാനം തകർന്നു വീണു. ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ 230 യാത്രക്കാർ ഉണ്ടായിരുന്നു. വിമാനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തകർന്നു വീണു. മേഘാനി നഗറിന് സമീപം പറന്നുയർന്ന് അല്പസമയത്തിനുള്ളിലാണ് വിമാനം തകർന്നു വീണത്. വിമാനത്താവളത്തിനു സമീപം ജനവാസ മേഖലയായിരുന്നു. വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരും ഉണ്ടായിരുന്നതാണ് വിവരം. ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകമായിരുന്നു അപകടം. വിമാനം മതിലിൽ ഇടിച്ചതായാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൂർണ്ണമായും നിറച്ചിരുന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. അപകടത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചു. IAS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് റോബോ ഡെമോയും ഇലക്ട്രിക്കൽ സേഫ്റ്റി വെബ്സൈറ്റ് ലോഞ്ചും തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത അസിമ റോബോട്ടുമായാണ് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിലെത്തിയത്. നിലവിൽ ഈ റോബോട്ട് മെഡിക്കൽ സർവീസ്, കെട്ടിടങ്ങളുടെ മുകളിലെ മാലിന്യം മൂലം ബ്ലോക്ക് നീക്കം ചെയ്യാനുള്ള സഹായം, വിവിധ തരത്തിലുള്ള ആശയവിനിമയം എന്നീ തലങ്ങളിലേക്ക് രൂപമാറ്റം ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുന്നു. ഫെനക്സ്, ഡെൻസൺ, അധിത് എന്നീ വിദ്യാർത്ഥികൾ ആശയത്തെക്കുറിച്ച് വിശദമായ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ പരിചയപ്പെടുത്തി. ഇലക്ട്രിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ജോൺ ചെമ്പൂക്കാവ്, അധ്യാപകരായ പ്രവീൺ ഫ്രാൻസിസ്, അനശ്വര V എന്നിവർ വിദ്യാർത്ഥികളുടെ കൂടെ പങ്കെടുത്തിരുന്നു. പാലേക്കര ടോൾ വർധനവ് അന്തിമവാദം വെള്ളിയാഴ്ച. വർഷാവർഷം സെപ്റ്റംബർ മാസം 1-ന് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ കേരള ഹൈക്കോടതിയിൽ അവസാനവാദം വെള്ളിയാഴ്ച നടക്കുമെന്ന് DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ജോൺസൺ ജോൺ എന്നിവർ അംഗങ്ങളായ ഡിവിഷൻ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. കരാർ നിബന്ധനകൾ പാലിക്കാതെയും കരാറിലെ പഞ്ച് ലിസ്റ്റിലെ പ്രവർത്തികൾ ചെയ്തു തീർക്കാതെയും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന പരിഹാര മാർഗങ്ങൾ പൂർത്തിയാക്കാതെയും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്ന ആവശ്യമായാണ് കോടതിയെ സമീപിച്ചത്. നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് മൂലം രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. ഇതിന്റെ പേരിൽ ഇളവുകൾ നൽകുന്നില്ലെന്നും കരാർ ലംഘനം നടത്തി കോടികളുടെ ലാഭമാണ് കരാർ കമ്പനി ഉണ്ടാക്കുന്നതെന്നുമുള്ള വാദങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. NHAI പ്രോജക്ട് ഡയറക്ടർ, ടോൾ കരാർ കമ്പനി, സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി, സെക്രട്ടറി, ജില്ലാ കളക്ടർ എന്നിവരാണ് എതിർകക്ഷികൾ. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ഡേവിസ് ചെറമേൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 12, 13 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. 12-ന് വൈകിട്ട് 5:45-ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ ചടങ്ങുകൾക്ക് ഫാദർ പോളി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 6:15-ന് വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ് എന്നിവയും 9 മണിക്ക് തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ നോബി അമ്പൂക്കനും മുഖ്യ കാർമ്മികനാകും. ഫാദർ സിറിൽ എടമന തിരുനാൾ സന്ദേശം നൽകും. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ ഊട്ടുനേർച്ച ഒരുക്കിയിട്ടുണ്ടെന്ന് വികാരി ഫാദർ ഡേവിസ് ചെറമൽ അറിയിച്ചു. വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാള് മണ്ണുത്തി പള്ളിയിൽ 13-ാം തീയതി വെള്ളിയാഴ്ച ആഘോഷിക്കുകയാണ് ഈ വർഷം. രാവിലെ 6:15-ന് വിശുദ്ധ ബലിയുണ്ടാകും. അതിനുശേഷം ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന 9 മണിക്കായിരിക്കും. തുടർന്ന് പ്രദക്ഷിണം. അത് കഴിഞ്ഞാൽ ഊട്ട് വിളമ്പി തുടങ്ങുന്നതാണ്. ആദ്യത്തെ കുർബാന കഴിയുമ്പോൾ തന്നെ ഊട്ടുനേർച്ച ആശീർവദിക്കും.
അതിനുശേഷം തിരുനാൾ വളരെ ഭംഗിയായി നടത്താനായിട്ട് അധ്വാനിക്കുന്ന വളണ്ടിയേഴ്സ് എല്ലാം പാഴ്സൽ ഒരുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടിവിടെ സഹകരിക്കുന്നുണ്ടാകും. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഊട്ടുസദ്യയിലേക്ക് ക്ഷണിക്കുന്നു. തിരുനാളിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും റോഡ് സൈഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും 10,000-ൽ പരം ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ഊട്ട് നേർച്ചയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞതായും തിരുനാളിന്റെ ഭാഗമായി വിവിധ കാരുണ്യ പ്രവൃത്തികളും ബാൻഡ് മേളവും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. സഹവികാരി ഫാദർ നിതിൻ പൊന്നാരി, ജനറൽ കൺവീനർ പോളി നെല്ലിശ്ശേരി, ട്രസ്റ്റിമാരായ ജോണി കൂള, പി സണ്ണി, ആന്റോ ചാലിശ്ശേരി, നോബി, അനിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം 14,000 പേർക്ക് നമുക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇരിഞ്ഞാലക്കുടയിലെ ഒരു ഗിരീഷ് സ്വാമിയാണ് അതിൻ്റെ വെപ്പുകാരൻ. നാനാജാതി മതസ്ഥരെയും എല്ലാവരെയും നമ്മൾ വളരെ ഹാർദവുമായി ഈ ഊട്ടുസദ്യയിലേക്കും നേർച്ചയിലേക്കും വിശുദ്ധൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടുതിരുനാളിന് ബാൻഡ് മേളം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം 8:30 വരെയും നാളെ രാവിലെ മുതൽ 2:30 വരെയും ബാൻഡ് മേളം ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടുതിരുനാളിന് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നതിന് കൂടെ ഈ ബാൻഡ് മേളവും നിങ്ങൾ ആസ്വദിക്കണമെന്നും അതിന് വരണമെന്നും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. മലിനപ്പെട്ട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ വെള്ള ടാങ്ക്. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലെ ജയ്ഹിന്ദ് കെട്ടിടത്തിലെ വാടകക്കാർക്ക് കോർപ്പറേഷൻ നൽകുന്ന വെള്ളം ശേഖരിക്കുന്ന ടാങ്കിന്റെ അവസ്ഥ അതീവ ശോചനീയം. ഈ ടാങ്കിലെ വെള്ളമാണ് ജയ്ഹിന്ദ് മാർക്കറ്റിലെ നിരവധി സ്ഥാപനങ്ങളിലുള്ളവർ ഉപയോഗിക്കുന്നത്. സ്ഥാപനങ്ങളിലെ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ടാങ്ക് പരിശോധിച്ചപ്പോഴാണ് ടാങ്കിന്റെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടത്. കെട്ടിടത്തിലെ വാടകക്കാർ, ബാങ്കുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വരുന്നവർ ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളമാണ് ഈ ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നത്. ഈ ടാങ്കിലെ വെള്ളം കുടിവെള്ളത്തിന് പോയിട്ട് മറ്റാവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്തതാണെന്ന് ടാങ്കിന്റെ അവസ്ഥ കണ്ടാൽ ബോധ്യപ്പെടും. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കോർപ്പറേഷന്റെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഒട്ടുമിക്ക കെട്ടിടങ്ങളുടെയും ദുരവസ്ഥ ഇതാണ്. കോർപ്പറേഷൻ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ നിരവധി തവണ വ്യാപാരികൾ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നതിന്റെ തെളിവാണ് ജയ്ഹിന്ദ് കെട്ടിടത്തിലെ വെള്ള ടാങ്കിന്റെ ദുരവസ്ഥ. വാടകക്കാരിൽ നിന്നും വാടക കൈപ്പറ്റുന്ന കോർപ്പറേഷൻ കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിൽ അനാസ്ഥ കാണിക്കുകയാണെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. കൗൺസിലർമാരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന ബന്ധപ്പെട്ട കമ്മിറ്റികൾ കോർപ്പറേഷൻ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ പരിശോധിച്ച് മേയർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും അതിന്മേൽ വേണ്ട നടപടികൾ കൈക്കൊള്ളാത്തതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. നഗരത്തെ ഉൾപ്പെടുത്തി വൻ പ്രഖ്യാപനങ്ങൾ ഇടവിട്ട് നടത്തുന്ന മേയർ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ വൻ പരാജയമാണെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി പറഞ്ഞു. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പൂമല ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ വികാരി ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ കാർമ്മികനാകും. ജൂബിലി മിഷൻ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കൽ തിരുനാൾ സന്ദേശം നൽകും. ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി സഹകാർമ്മികനാകും. പള്ളിയുടെ ഹാർമണി ഹാളിൽ നേർച്ച ആശീർവാദവും വിതരണവും നടക്കും. വികാരി ഫാദർ ജോജോ എടത്തുരുത്തി, മദർ സിസ്റ്റർ സെലസ്റ്റി CSS, ജനറൽ കൺവീനർ CR വർഗീസ്, കൈക്കാരന്മാരായ വിൻസെന്റ് തോമസ്, VP സാൻജോ, VT ജിനോ, VJ ഡേവിസ്, കൺവീനർമാരായ ജോണി ചിറ്റിലപ്പള്ളി, ടോമി ആൻഡോ, VJ ജോജു, ജോൺസൺ ചിറക്കക്കാരൻ, PP ഡേവിസ്, റിസൺ അക്കര, TV റപ്പായി, KG സിംസൺ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. സ്നേഹമുള്ളവരെ, മച്ചാട് വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടുതിരുനാളിനോടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. നാളെ ജൂൺ 13-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ബഹുമാനപ്പെട്ട സിൻഡോ തൊറയനച്ചനാണ് മുഖ്യ കാർമ്മികനാകുന്നത്. തിരുനാൾ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പൂഴിക്കുന്നലച്ചനാണ്. അതിനുശേഷം എല്ലാവർക്കും സമൃദ്ധമായ ഊട്ടുസദ്യ നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്.
പ്രത്യേകമായിട്ടും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനും തിരുനാൾ തിരുക്കർമ്മങ്ങളിലും അതുപോലെ തന്നെ ഊട്ടുനേർച്ചയിലും പങ്കെടുക്കാനും നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ വിശുദ്ധ അന്തോണീസിൻ്റെ ഈ ദേവാലയത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രത്യേകമായിട്ടും എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകളും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. ലോക ബാലവേല വിരുദ്ധ ദിനം ആഘോഷിച്ചു. പഠന കാലഘട്ടങ്ങളിൽ അനുഭവിക്കുന്ന സന്തോഷവും അറിവും ലഭിക്കാതെ ലക്ഷക്കണക്കിന് കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാലവേലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. പെരിങ്ങണ്ടൂർ ADVUP സ്കൂളിൽ സംഘടിപ്പിച്ച ബാലവേല വിരുദ്ധ ദിന സെമിനാറാണ് കുട്ടികൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന നന്മയുടെ പാഠമായത്. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക KN സതീദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ KN ജ്യോതി പ്രസംഗിച്ചു. സെമിനാറിനു ശേഷം ഭൂഗോളവും ഇന്ത്യൻ ദേശീയ പതാകയും ഉയർത്തിപ്പിടിച്ച് ലോകത്തും വിശിഷ്യ ഇന്ത്യ രാജ്യത്തും ബാലവേല അനുവദിക്കുകയില്ല എന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. ശ്രീനന്ദ, അമൃത ബാലൻ എന്നിവർ ലോക ബാലവേല വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കർഷക കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുൻപിൽ ധർണ നടത്തി. ലോകബാങ്ക് കർഷകർക്കായി നൽകിയ 139 കോടി രൂപ കൊടുക്കാതെ വകമാറ്റി ചിലവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് കൃഷിഭവന്റെ മുൻപിൽ ധർണ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് അബ്ദുസലാം അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവു പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജോസഫ് ഗുരുവായൂർ, പ്രവാസി കോൺഗ്രസ് ജില്ലാ ഭാരവാഹി ഷുക്കൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി റുക്കിയ ഷൌക്കത്ത്, ഷൈല നാസർ, റഹീം, ജോയ് എന്നിവർ പ്രസംഗിച്ചു. സർക്കാർ നെല്ല് സംഭരിച്ചതിന്റെ പണം കർഷകർക്ക് കൊടുത്തിട്ടില്ല. കൃഷി നശിച്ചതിന് നഷ്ടപരിഹാരവും കൊടുത്തിട്ടില്ല. ആന ചവിട്ടിയും പന്നി കുത്തിയും മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. പെൻഷൻ കൊടുക്കുന്നില്ല. ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല. കടക്കടി മൂലം കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. ദുരിതമനുഭവിക്കുന്ന കർഷകരെ സഹായിക്കാൻ ലോകബാങ്ക് നൽകിയ സഹായം 139 കോടി വകമാറ്റി പിണറായി സർക്കാർ കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. മണലിത്തറ ജനകീയ വിദ്യാലയത്തിൽ വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ശരത് കുട്ടികൾക്ക് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുട്ടികൾ വിദ്യാലയത്തിനകത്തും പുറത്തും നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്ന് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. പഞ്ചായത്ത് അംഗം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു.
PTA പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. MPTA പ്രസിഡന്റ് നിരോഷ, പഞ്ചായത്ത് അംഗം മണികണ്ഠൻ എന്നിവരും സംസാരിച്ചു. പ്രധാന അധ്യാപകൻ റോയ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഗായത്രി ടീച്ചർ നന്ദിയും അറിയിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്ന ഒരു സ്ഥലമാണെന്ന് വരുമ്പോഴേക്കും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. കാരണം ഈ മദ്യപന്മാരും മയക്കുമരുന്നിന് അടിമപ്പെട്ടവര് സാറ് പോലും നമ്മൾ ശ്രദ്ധിച്ചു. വളരെ ഭംഗിയായി കരുമത്തയിൽ നീന്തൽ മത്സരത്തിന് വന്നപ്പോൾ ഒരു താമരക്കുളത്തിൽ പരിസരമെല്ലാം സാമൂഹ്യ ദ്രോഹികളടക്കം വളരെ മോശമായി അവിടെ നശിപ്പിച്ചു കണ്ടു. അപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് താഴെത്തട്ടിൽ ഉപദേശങ്ങളുടെ കുറവാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാറിനോട് നമ്മുടെ ഈ നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും പലവട്ടം നമ്മുടെ സ്കൂളിൽ പരിസരത്ത് പോലും മോഷണ ബൈക്കുകൾ വരുന്നൊരു കാലഘട്ടം, അതുമാതിരി തന്നെ ഒട്ടനവധി. മണ്ണുത്തി CMS-LP സ്കൂളിൽ ജനസേവന സമിതിയുടെ നേതൃത്വത്തിൽ പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. ഹെഡ്മിസ്റ്റേഴ്സ് അരുണ ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു. മേയറും ജനസേവന സമിതി പ്രസിഡന്റുമായ MK വർഗീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. ജനസേവന സമിതി സെക്രട്ടറി വിൽസൺ, വൈസ് പ്രസിഡന്റ് PG മുരളി, ലീബ ഡിക്സൺ, മോഹനൻ, അല്ലി മോഹനൻ, PTA ഭാരവാഹികളായ അഞ്ജു ജോഷി, ആര്യ രാജേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഷിൻസി വിനോദ് ജനസേവന സമിതി അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും നന്ദി അറിയിച്ചു. തെക്കുംകര പഞ്ചായത്തിലെ മണലിത്തറ 5ാം വാർഡിൽ കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് പുതുമ JLJ അംഗങ്ങൾ നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ തൈ നടൽ ഉദ്ഘാടനം 5ാം വാർഡ് മെമ്പർ AR കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. 6ാം വാർഡ് മെമ്പർ PT മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശീതൾ റോസ് ചാക്കോ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശാന്തി MA, കുടുംബശ്രീ കോർഡിനേറ്റർ രേഷ്മ, കുടുംബശ്രീ അംഗങ്ങൾ, പുതുമ JLG പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ ആശംസകൾ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആസൂത്രണം 25-26 പദ്ധതിയിൽ JLJ ഗ്രൂപ്പുകൾ തരിശു ഭൂമിയിൽ നിന്ന് കൃഷിയിടമാക്കി മാറ്റുന്ന ഈ പദ്ധതിക്ക് ഇവിടെ പുതുമ പുതിയ JLJ ഗ്രൂപ്പ് തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ 5ാം വാർഡിൽ പുതിയതായി രൂപീകരിക്കുകയും ഈ രൂപീകരണത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത നമ്മുടെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളിലെയും അതിനോടൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ 5 മേടവും ഈ പദ്ധതി നടത്തിപ്പ് പറഞ്ഞതിനൊപ്പം നിന്നുകൊണ്ട് തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ കൃഷി വകുപ്പും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ മണലിത്ര 5ാം വാർഡിൽ ഒരു JLJ ഗ്രൂപ്പ് പുതിയതായി ആരംഭിക്കുകയും അതിൻ്റെ ഇന്നത്തെ ഈ പച്ചക്കറി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന കൃഷി ഓഫീസർമാർക്കും കുടുംബശ്രീ ഓഫീസർമാർക്കും പഞ്ചായത്ത് സഹ മെമ്പർ മണികണ്ഠൻ, ഈ സംഘത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ജിൻഡോസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ജിൻഡോസ് അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി. JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. മദ്യലഹരിയിൽ യുവാക്കളെ ആക്രമിച്ച കേസിൽ കയ്പമംഗലം സ്റ്റേഷൻ റൌഡി മണിയൻ ശ്രീജിത്തും കൂട്ടാളി ദിൽജിത്തും റിമാൻഡിൽ. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. വിവിധങ്ങളായ കേസുകളിൽ ഇവർ പ്രതികളാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഡൊസിയർ ക്രിമിനൽസും ദിൽജിത്തിന്റെ പേരിൽ 2025 പോലീസ് കയ്പമംഗലം സ്റ്റേഷനിൽ വധശ്രമ കേസുമുണ്ട്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജു KR നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്.
പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിലുള്ള വൈരാഗ്യത്താൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി റിമാൻഡിലേക്ക്. കണ്ണനാംകുളം കിഴക്ക് ദേശത്ത് കാര്യടത്ത് വീട്ടിൽ ഗിരീഷിനെയാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡി ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശി ഏറാക്കൽ വീട്ടിൽ കുഞ്ഞനെന്ന് വിളിക്കുന്ന സായൂജിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ എബിൻ CN എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 230 യാത്രക്കാരുമായി ലണ്ടനിലേക്ക് പോയിരുന്ന എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണു. 128 പേർ മരിച്ചതായി പ്രാഥമിക വിവരം. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാളിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 13-ന് വെള്ളിയാഴ്ചയാണ് ഊട്ടുതിരുനാൾ. മണലിത്തറ ജനകീയ വിദ്യാലയത്തിൽ കുട്ടികൾക്കായി വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും നിർമ്മിച്ച റോബോ ഡെമോയും ഇലക്ട്രിക്കൽ സേഫ്റ്റി വെബ്സൈറ്റും മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.